ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണം സംഗതി കുറച്ച് സീരിയസ് ആണെന്ന്. അതെ, ഞങ്ങളാണെങ്കിലല്ലേ വിഷുവിന് ഒരു ഔട്ട്ഫിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്ന് വായി നോക്കി നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു എംബ്രോയ്ഡറി ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അവർ ചെയ്തു തന്നത് നമുക്ക് മെഷീനിലാണ് കേട്ടോ. ഈ മെഷീൻ എംബ്രോയ്ഡറി ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ അന്താളിച്ച് നിൽപ്പാണ് നിങ്ങൾ കണ്ടത്. ഇതാ കണ്ടില്ല, ഇങ്ങനെ കുരുകുരു പൂക്കൾ. ശരിക്കും പറഞ്ഞാൽ എംബ്രോയ്ഡറി നൂല് വരെ ഇതായിരുന്നെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. നമ്മൾ മറ്റേ സാധാരണ ഇച്ചിരി കൂടെ കട്ടിയുള്ള നൂലിലല്ലേ ചെയ്യണത്. അങ്ങനെ ഞങ്ങളുടെ എംബ്രോയ്ഡറി ചെയ്ത ഡ്രസ്സിൻ്റെ വർക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സ്കാലപ്പൂടെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് വെട്ടം കുറവായിരുന്നു, അതുകൊണ്ട് നമുക്ക് കുറച്ച് ലിമിറ്റഡായിട്ടേ വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ. ഇതൊക്കെയാണ് മിഷൻ. സംഭവം ഭയങ്കര സെറ്റപ്പായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നോക്കി നടന്നേ, അതുകൊണ്ട് തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത വർക്കിൽ ഹാൻഡ് എംബ്രോയ്ഡറി കൂടി ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെഫറൻസ് ഞാൻ എവിടെയോ ഇങ്ങനെ നോക്കി പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വിഷു തീം, അപ്പോൾ നമുക്കിത് ചെയ്യാം. അങ്ങനെയാണ് നമ്മളിത് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അവർ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള. സ്ലീവ്സിലും ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ, പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ യോക്ക് പോർഷൻ. ഇനി സ്ലീവ്സിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമ്മളിതാ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിരിച്ചിട്ടാണ് നമ്മൾ മടക്കി കൊടുത്തത്. ഓക്കെ, എന്നിട്ട് നമ്മളിതാ മൂന്ന് ഇഞ്ചാണ് ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും ഞാനൊരു 3.5 ഇഞ്ച് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 6.5 ഇഞ്ച് കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ 6.5 ഇഞ്ച് കൈക്കുഴി താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ വേണ്ടത് 8 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ചേർത്ത് ഞാൻ ഇവിടെ ഒരു 10 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 10 മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട്, കാരണം ഞാൻ പണ്ട് തൊട്ടേ വലിയ അളവുകളാണല്ലോ കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാനൊരു 10.5 കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അടിച്ച എപ്പോഴും ചെറുതായി പോകുന്നുള്ള പേടിയുണ്ട്. ഞാൻ എപ്പോഴും തയ്യൽ തുമ്പോൾ ഒരു 2-3 ഇഞ്ചൊക്കെ കൂട്ടിയിടാറുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് യോക്ക് പോർഷൻ്റെ ലെങ്തായിട്ട് നമ്മൾ 14.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം അവിടെ നമ്മൾ 10 ഇഞ്ച്, അപ്പോൾ 1/2 ഇഞ്ച് കൂടെ കുറച്ച് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ 14.5 ഇഞ്ച് മതി, കാരണം അത്രയും ലെങ്തിന് വർക്കുണ്ട്, അതുകൊണ്ട് അത്രയും മതിയെന്ന് വിചാരിച്ച് ഇനി നമുക്ക് അവിടെ ഇങ്ങനെ ചരിച്ചിങ്ങനെ വരച്ച് കൊടുക്കാമേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഏകദേശം ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട് 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചരിച്ച് വരച്ചെടുക്കാം കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ സൈഡിൽ തൂങ്ങിയൊന്നും കിടക്കാതിരിക്കാനാണ്. ഓക്കെ, എന്നിട്ട് ആം ഹോൾ ഒരു 1.25 ഇഞ്ച്, 1.25 വേണ്ട, ഏകദേശം 1 ഇഞ്ചിന് മുകളിൽ 1.25 അതിന് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിവിടെ ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇട്ടാണ് കട്ട് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ വർക്ക് വരുന്നുണ്ട്, പുറകിൽ വർക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ വർക്കിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ നോക്കിയിട്ട് ആണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ പണ്ടൊക്കെ ഞാൻ തുണിയുടെ നല്ല വശത്തായിരുന്നു മാർക്കിങ്സ് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ മേടിച്ച ചോക്കിലില്ലേ, തുണിയുടെ നല്ല വശത്ത് കൊടുക്കുമ്പോൾ അതില്ലേ മാഞ്ഞ് പോകണില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തുണിയുടെ ചീത്ത വശം മടക്കിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാമേ. ലൈനിങ്ങും ഒരു ബാക്ക് പോർഷനും ഞാൻ ഇവിടെ സെയിം അളവിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേറെ തുണി ഇല്ലാത്തതുകൊണ്ട് സ്കാലപ്പ് ചെയ്തൊരു ഭാഗമാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാ തുണി ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും എല്ലാം കൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാമേ. അതിനൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നെക്കിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ചിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ടിങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ സിമ്പിൾ മെഷർമെൻറ്റ്, നമ്മൾ സാധാരണ ചെയ്യുന്ന മെഷർമെൻറ്റാണ്. ഓക്കെ, ബാക്കി തുണിയെല്ലാം നമ്മൾ 4ആയിട്ടല്ല മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ നമ്മുടെ ഒരു ലെയേർഡ് ഫ്രോക്കല്ലേ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ 3 ലെയറാണ് വേണ്ടത്. ഓരോ ലെയറിനും ഞാനൊരു 11.5 ഇഞ്ച് വീതമൊക്കെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയ്ക്ക് എടുക്കാം. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ യോക്ക് പോർഷനിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ബോട്ടം പോർഷൻ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ടോട്ടൽ ലെങ്ത് എടുക്കുക, അതിൽ നിന്ന് യോക്ക് പോർഷൻ മൈനസ് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ടോട്ടൽ ലെങ്ത് ബോട്ടം പോർഷൻ 33 പ്ലസ് 14 47 ഇഞ്ചാണ് ടോട്ടൽ വേണ്ടത്. അതിൽ നിന്ന് ഞാൻ യോക്ക് പോർഷൻ്റെ 14.5 മാറ്റി കൊടുത്തിട്ടാണ്
ബാക്കിയുള്ള ലെങ്തിനെ 3ആയിട്ട് എനിക്ക് എത്ര ലെയറാണോ വേണ്ടത് ആ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുത്തത്. അങ്ങനെ ഓരോ ഇഞ്ചിനും 11 ഇഞ്ച് വീതം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ 3 പീസാണ് കറക്റ്റ് കിട്ടിയിട്ടുള്ളത്. 3 പീസും പിന്നെ ഒരു കുട്ടി പീസും. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ആ 3 പീസ് കറക്റ്റായിട്ട് നമ്മൾ 1 2 3 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്താ കട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം കേട്ടോ. സ്ലീവ്സിന് ലെങ്ത് എടുത്ത് കൊടുക്കാം. 13.5 ഇഞ്ചാണ് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നത്. ശേഷം ഇവിടെയും 13.5 ഇഞ്ച് എടുത്തിട്ട് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. സ്ലീവ്സിലും ഒരു വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു വർക്കല്ല, അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ്. പക്ഷേ ഇതിലേറെ സംഗതി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിത് വിഷുവിന് ഇടാൻ പറ്റാതെ പോയി ഗൈസ്, അതാണ് വിഷമം. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് താഴോട്ട് നമ്മളിതാ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ഇൻവേർട്ടഡ് എസ് പോലെ നമ്മൾ സ്ലീവ്സിന് വരച്ച് കൊടുക്കൂലേ, അതുപോലെ വരച്ച് കൊടുക്കാം കേട്ടോ. ഈ സ്ലീവ്സിന് അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വരപ്പൊന്നുമില്ല. നമുക്ക് ഏതുള്ള രീതിക്ക് നമുക്ക് വരച്ചെടുക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് സിമ്പിളായിട്ട് ഏറ്റവും ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെയർഡ് ഫ്രോക്കാണ്. ഓക്കെ, ഏറ്റവും എളുപ്പത്തിലാണ് കേട്ടോ ഈ മെഷർമെൻറ്റ്സ് എല്ലാം പറഞ്ഞു പോകുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. ശരി, ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെ വരച്ച് കൊടുക്കാം. 3 ഇഞ്ചാണ് ഞാൻ വിടുത്തെടുത്ത് കൊടുക്കുന്നത്. ശേഷം ഞാനിവിടെ 5.5 ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ ഒരു ബോക്സായിട്ട് വരച്ചിട്ട് ഞാൻ സ്ക്വയർ നെക്കല്ല റൗണ്ട് നെക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ യോക്ക് പോർഷൻ വെട്ടിക്കളയണമല്ലോ എന്നോർത്ത് ഞാൻ കഴുത്ത് കുറച്ച് കയറ്റിയാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ കഴുത്ത് മാർക്ക് ചെയ്ത് വന്നപ്പോൾ എംബ്രോയ്ഡറിയുടെ കുറച്ച് പോയി കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, പോണതൊക്കെ പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വെട്ടാൻ റെഡിയായി, വെട്ടി ഗെയ്സ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ഞാനൊരു റൗണ്ട് നെക്കാണ് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ ബാക്കും റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുത്തത്. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, കുറച്ച് പോർഷൻ പോയിട്ടുണ്ട്, കുറച്ച് പൂവും മുത്തും കായും ഒക്കെ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കിനൊക്കെ ഞാൻ 3 ഇഞ്ച് വീതി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് 6 ഇഞ്ചാണ് കേട്ടോ 6 ഇഞ്ചാണ് കേട്ടോ 6.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ ലെങ്ത് എടുത്ത് കൊടുത്തത്. ശേഷം അവിടെ ഒരു ബോക്സ് പോലെ വരച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെയും ഒരു കുട്ടി റൗണ്ടായിട്ട് വരച്ചെടുക്കാമേ. ഓക്കെ, റൗണ്ട് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ് തുണിയിൽ നല്ല വശം ചേർത്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ലൈനിങ് തുണിയിൽ ചേർത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലുള്ള വർക്കുള്ള തുണി ചെയ്യുമ്പോൾ കല്ലും മുത്തുമൊക്കെ നിങ്ങൾ മുമ്പേ പൊട്ടിച്ച് കളയണം കേട്ടോ. സ്റ്റിച്ചിങ് പോകുന്ന വഴിയിലുള്ള കല്ലും മുത്തുമൊക്കെ മുമ്പേ പൊട്ടിച്ച് കളയുക, ഇല്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് 2-3 തവണ കിട്ടിയായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ അവിടെ വെട്ടി ഇവിടെ വെട്ടി എൻ്റെ റൗണ്ടൊക്കെ ഇത്തിരി വലുതായിപ്പോയി. അതുകൊണ്ട് അത് മുമ്പേ എടുത്ത് കളയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ കട്ടിട്ടെടുക്കാമേ. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. അതായത് തിരിച്ചിട്ട് പതിച്ച് അടിച്ചെടുക്കാമേ. ബാക്ക് പോർഷൻ നമ്മൾ അങ്ങനെ അടിച്ചെടുക്കുന്നില്ല, കാരണം ഷോൾഡറോടെ ജോയിൻ ചെയ്തിട്ടാണ് ബാക്ക് പോർഷൻ നമ്മൾ പതിച്ച് അടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാമേ. ശരി, തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. തിരിച്ചിടുമ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അവിടെ ഞാൻ കല്ല് തല്ലിപ്പൊട്ടിച്ച ഏരിയയാണ് അതങ്ങനെ കണ്ടേക്കുന്നത്. അവിടെ കുറച്ച് വൃത്തികേടായിട്ട് നിൽക്കുന്നുണ്ട്, കാരണം ഇങ്ങനെ കിരികിരാ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരടിയും കൂടെ കൊടുക്കാം കേട്ടോ. ഇതൊക്കെ എനിക്ക് പറ്റിപ്പോയത് കാരണം ഞാൻ വീണ്ടും എക്സ്ട്രാ ചെയ്യുന്നതാണ്. നിങ്ങൾ നോർമലായിട്ട് നമ്മൾ ചെയ്ത നെക്കിൻ്റെ ചുറ്റും ഒരൊറ്റ അടി അടിച്ച് കട്ട് ചെയ്ത് തിരിച്ചിട്ട് പതിച്ചടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ മുത്തിളക്കാൻ പറ്റാത്തത് കൊണ്ട് പണി കിട്ടി വീണ്ടും ഒന്നുകൂടെ അടിച്ചെടുത്തതാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് റൗണ്ട് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെരിവുള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും ശരിക്കും ചെരിവില്ല ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് നല്ല വശം ചേർത്തിട്ട് കൊടുക്കുക. ഫ്രണ്ടും ബാക്കും. ബാക്ക് പോർഷൻ നമ്മൾ ലൈനിങ് പതിച്ചടിച്ചിട്ടില്ല. ആ പതിച്ചടിച്ച് കൊടുക്കാത്ത ലൈനിങ് ഇങ്ങനെ എടുത്ത് മറ്റേ ഫ്രണ്ട് പോർഷനെ കവർ ചെയ്ത് നമുക്കിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, ശരി. അങ്ങനെ നമ്മൾ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ബാക്ക് പോർഷൻ പതിച്ചടിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, ബാക്ക് പോർഷൻ ഇനി നമുക്ക് ക്ലിയർ ആയിട്ട് ഇങ്ങനെ വെച്ച്
പതിച്ച് അടിച്ചു കൊടുക്കാമേ. ഓക്കെ, ഇതാ ഇവിടെ ബാക്ക് പോർഷൻ ഞാനിങ്ങനെ പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് സ്ലീവ്സ് ജോയിൻ ചെയ്യാം. സ്ലീവ്സ് ഞാനിവിടെ അടിച്ചിട്ട് തിരിച്ചിട്ട് അടിച്ചല്ല കേട്ടോ എടുക്കുന്നത്. ഞാനിവിടെ ഒരുമിച്ച് ഇങ്ങനെ വെച്ച് കൂട്ടി അടിച്ചാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നെക്കൊക്കെ ചെയ്യുന്നത് പോലെ സ്ലീവ്സ് ചെയ്യാം. പക്ഷേ കോട്ടൺ ആയതുകൊണ്ട് ലൈനിങ് തുണി ഇങ്ങനെ തൂങ്ങി വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് സ്ലീവും ലൈനിങ് കൂടെ വെച്ചിട്ട് ഇങ്ങനെ ഒരുമിച്ച് മടക്കി അടിച്ചാണ് കൊടുക്കുന്നത്. അതാകുമ്പോൾ ലൈനിങ് തുണി ഇങ്ങനെ ഒരുപാട് പുറത്തോട്ട് ഇങ്ങനെ വന്ന് തൂങ്ങി കിടക്കില്ല. ഓക്കെ, അങ്ങനെ ഒരു സ്ലീവ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സ്ലീവും കൂടെ ഇങ്ങനെ അടിച്ചെടുക്കാമേ. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്ലീവ്സ് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാമേ. ഷേപ്പ് ഇല്ലാതെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നല്ല തുണി എടുക്കാം. അവിടെ ഷോൾഡറൂടെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്ലീവ്സിൻ്റെ സെൻറ്റർ പോർഷൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷനുമായിട്ട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇതുപോലെ 2 ഷോൾഡറും നമുക്ക് അടിച്ചു കൊടുക്കാം. ബെറ്റർ നിങ്ങളിങ്ങനെ ഇതുവരെ അടിച്ചപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് വീണ്ടും അടിച്ച്, അതായത് 2 സ്റ്റിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഷോൾഡറിനൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് 2 സ്ലീവ്സും അറ്റാച്ച് ചെയ്തെടുക്കാമേ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് താഴോട്ട് അടിക്കാനുള്ള ലെയറുകളെല്ലാം 2 സൈഡും അടിച്ചെടുക്കാമേ. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. നൂലൊന്നും വലിഞ്ഞു പോവാതെ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുമേ. ഓക്കെ, അങ്ങനെ രണ്ട് വശമല്ല, അങ്ങനെ 3 ലെയറുകൾ നമുക്കത് ഇങ്ങനെ അടിച്ചെടുക്കാം. സിൽക്ക് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്, പിന്നെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ ലെയറുകളും അതുപോലെ അടിച്ചെടുക്കുക. താഴത്തെ സ്കാലപ്പിൻ്റെ വശം അടിക്കണ്ട, അത് ഒരു വശം അടിച്ചാൽ മതി. ബാക്കി സ്കാലപ്പിൻ്റെ അവിടെ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഞാനിവിടെ എന്തിനാണ് അളവെടുക്കുന്നതെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ എന്തിനാണോ എന്തോ അളവെടുത്തത്. അങ്ങനെ നമുക്ക് 2 വശവും നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. ഓക്കെ, എന്നിട്ട് എന്തിനാണ് അളവെടുത്തതെന്ന് വെച്ചാൽ, എന്നിട്ട് നമുക്ക് നമ്മുടെ വേസ്റ്റ് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ എനിക്ക് വേസ്റ്റ് വന്നത് 28 ആണേ. അപ്പോൾ 28 ഇഞ്ചിലാണ് നമുക്ക് ഫസ്റ്റ് ലെയർ അടിച്ചെടുക്കാനുള്ളത്. നമുക്കിങ്ങനെ കുട്ടി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമേ. നമ്മുടെ കയ്യിൽ എത്ര തുണിയുണ്ടോ അതിനനുസരിച്ച് വേണം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. നമ്മുടെ കയ്യിൽ എത്ര തുണിയുണ്ടോ അതിനനുസരിച്ച് വേണം പ്ലീറ്റ്സ്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള തുണിയുടെ ഇതിനനുസരിച്ച് വേണം നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനായി. ഞാനിവിടെ 2nd ലെയർ പ്ലേറ്റ് ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് പണി കിട്ടി. കാരണം പിന്നെ 3rd ലെയറിനും കൂടെ പ്ലേറ്റ് വരില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് തുണിയുടെ കുറവുള്ളതുകൊണ്ട് ഞാൻ പിന്നെ തുണി മൊത്തത്തിൽ 2nd മൊത്തത്തിൽ പിരുത്തിട്ട് ആണ് വീണ്ടും ഒന്നുകൂടെ പ്ലേറ്റ് ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ട് 28 ഇഞ്ച് വീതിയിൽ നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇങ്ങനെ 2nd ലെയർ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം കുറച്ച് ദൂരം ഇങ്ങനെ 2 കൂടെ കൂട്ടിപ്പിടിച്ച് അടിച്ചതിന് ശേഷം നമുക്ക് താഴത്തെ തുണി വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല വശം ചേർത്ത് വേണം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ഇട്ട് നമ്മൾ ഒന്നാമത്തെ ലെയർ ഇതാണ്, രണ്ടാമത്തെ ലെയർ ഇതാണ്, മൂന്നാമത്തെ ലെയർ 3 ലെയറും നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3ാമത്തെ ലെയർ എത്തുമ്പോൾ നിങ്ങൾക്ക് പ്ലീറ്റ്സ് കാണാൻ പറ്റി ഇച്ചിരി വലുതായിട്ടൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഏറ്റവും താഴെ സ്കാലപ്പാണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇത് യോക്ക് പോർഷനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട പണിയും കൂടെ മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. എവിടെ എൻ്റെ ചോക്ക്? എവിടെ പോയി എൻ്റെ ചോക്കിന് ഭയങ്കര വലുപ്പമായതുകൊണ്ട് കാണാനും പറ്റില്ല. അങ്ങനെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് 2ആയിട്ട് മടക്കിയിട്ട് സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി തന്നെ നമ്മൾ 4ആയിട്ടും കൂടെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. 4ആയിട്ടും കൂടെ മടക്കിയിട്ട് ആ 2 പോർഷൻസും കൂടെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ 2 പോർഷൻസും കൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് യോക്ക് പോർഷൻ എടുക്കാം. ആ യോക്ക് പോർഷനും ഞാനിങ്ങനെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തെടുക്കാം. അതിന് മുമ്പ് ഇങ്ങനെ യോക്ക് പോർഷൻ ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാമേ. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ താഴത്തെ ആ സ്കേർട്ട് പോർഷനും കൂടെ എടുത്തിട്ട് നല്ല വശവും കൂടെ ചേർത്ത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാമേ.
ഫസ്റ്റ് ഹാഫ് എടുത്ത് കൊടുക്കാം. ആ പോയിന്റിൽ മാർക്ക് ചെയ്ത പോയിന്റിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമേ. ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിൽ ഭയങ്കര സിമ്പിളാണേ. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. കാണുമ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓക്കെ, ശരി. അങ്ങനെ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ 2 വശവും ക്ലിയറായിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് കൂട്ടിയും കൂടെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഡ്രസ്സ് ഇവിടെ കംപ്ലീറ്റ് ആവുമേ. ശരി, അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കാമേ. അതിന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് സ്ലീവ്സിൻ്റെ അവിടെ നിന്ന് നമുക്ക് ജോയിൻറ്റ് ചെയ്യാം. ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ലൈനിങ് തുണിയുണ്ട്, നോർമൽ നല്ല തുണിയുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്തതെന്ന്, എങ്ങനെയാണ് കൂട്ടി യോജിപ്പിക്കേണ്ടത് നമുക്കിപ്പോൾ നോക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഇതുവരെ, അതായത് ആ സ്കേർട്ട് പോർഷൻ്റെ അതുവരെ, ഈ സ്റ്റിച്ച് വരെ നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാമേ. അതിനുശേഷം നമ്മൾ സെപ്പറേറ്റ് ഇട്ടാണ് കേട്ടോ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ലൈനിങ് തുണി സ്റ്റിച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നല്ല തുണി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ലൈനിങ് തുണി. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഞാൻ അവിടെ നിന്ന് ഇതുവരെ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ നല്ല തുണിയാണ് കേട്ടോ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല തുണി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ താഴെ വരെ അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് തുണി ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് അടിച്ചെടുക്കാമേ. അങ്ങനെ അതുകൂടെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്കാലപ്പ് കൂടെ നമ്മൾ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ മറന്നു, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. സ്കാലപ്പ് നമ്മൾ ഉരുക്കി കൊടുക്കുന്നില്ല, കാരണം ഞങ്ങൾ സാമ്പ്രാണിത്തിരി വെച്ചാണല്ലോ ഉരുക്കുന്നത്. അപ്പോൾ കറുത്ത കരിയാവുന്നുള്ളതുകൊണ്ട് നമ്മൾ ഉരുക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വന്നില്ലേ? ഇപ്പോൾ വരും. എടുത്തെറിഞ്ഞതുപോലെ വന്നു കണ്ടോ? ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. സംഭവം സെറ്റായിരുന്നേ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാനത് വിഷു ഔട്ട്ഫിറ്റാക്കി ഞങ്ങൾ റെഡിയാക്കാനായിട്ടിരുന്നതാണ്. പക്ഷെ അന്ന് അൺഫോർച്ചുനേറ്റ്ലി ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ കണിക്കൊന്ന മരത്തിൻ്റെ താഴെ നിന്നാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. കയ്യിലൊക്കെ ഡിസൈൻ കണ്ടോ, കഴുത്തിൽ കണ്ടോ, എംബ്രോയ്ഡറി ഹാൻഡ് വർക്കൊക്കെ സംഭവം സെറ്റായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര രസമായിരുന്നു, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, താഴെ സ്കാലപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, കാണിച്ചിട്ട് എനിക്ക് മതിയാവുന്നില്ല. ഫ്ലെയറൊക്കെ അത്യാവശ്യമുണ്ട്. ഏകദേശം 5.5 മീറ്ററോളം ഉണ്ടായിരുന്നേ തുണി. കണിക്കൊന്ന കണ്ടോ? ഓക്കെ, കണിക്കൊന്ന. പിന്നെ ഞാൻ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു, ഇരിക്കുന്നില്ല. കണിക്കൊന്ന വിഷുവിന് എനിക്കിത് ഇടാൻ പറ്റാത്തതിൻ്റെ എല്ലാ വിഷമവും ഞാൻ ഇപ്പോൾ തീർക്കുന്നുണ്ട് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ആ തീമിലാണ് ഞാനിത് പറഞ്ഞ് ചെയ്യിപ്പിച്ചത്. പച്ച മഞ്ഞ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. കൊക്കിനെ കണ്ടോ? കൊക്ക്. ശരി, അപ്പോൾ നമ്മുടെ വീഡിയോഗ്രാഫറിനെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോഗ്രാഫർ റെഡിയായോ? റെഡി? ഇപ്പോൾ നോക്കിയാണ് ആർട്ടിഫിഷ്യലായിട്ട് കണിക്കൊന്ന പൂ വീഴുന്നത്. നേരത്തെ ഒരു പൂ വീണിട്ടില്ല. 1 2 3 സ്റ്റാർട്ട്. സൂര്യൻ. ഗൈസ്, ഇത് ഞാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ്. എനിക്ക് ബർത്ത്ഡേ കിട്ടിയ പാൻ്റാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബൈ.